ഒരു ദൈവമുണ്ടെന്നും ആ ദൈവം ജീവിക്കുന്നു എന്നും നാം വിശ്വസിക്കുന്നു. ആ ജീവനുള്ള ദൈവം തൻ്റെ മക്കളോട് ഹൃദ്യമായി സംസാരിക്കുന്നവനാണെന്നും നാം വിശ്വസിക്കുന്നു. വായുണ്ടെങ്കിലും സംസാരിക്കാത്ത ഒരു ദൈവത്തെ നാം ആരും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഒരു ദൈവത്തെ നമുക്ക് ആവശ്യവുമില്ല. എന്നാൽ നമ്മോട് നിരന്തരമായി സംസാരിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ഈ ദൈവം ചില സമയങ്ങളിൽ നിശബ്ദനായിരിക്കാനും ഇഷ്ടപ്പെടുന്നു എന്ന് നാം അറിയണം. സംസാരിക്കുന്ന ദൈവത്തിന് ഒരു മഹത്വം നാം കാണുന്നുണ്ടെങ്കിൽ നിശബ്ദനായിരിക്കുന്ന ദൈവത്തിനും ഒരു മഹത്വമുണ്ട്. സംസാരിക്കുന്ന ദൈവം സ്നേഹവാനാണെങ്കിൽ നിശബ്ദനായിരിക്കുന്ന ദൈവവും സ്നേഹവാനാണ്. അങ്ങനെ വരുമ്പോൾ സംസാരിക്കുന്ന ദൈവത്തെ നാം ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ നിശബ്ദനായിരിക്കുന്ന ദൈവത്തെയും നാം ഇഷ്ടപ്പെടേണ്ടിയിരിക്കുന്നു. ഗോഡ്സ് സൈലൻസ് ഈസ് നോട്ട് ഹിസ് ആബ്സെൻസ്. ദൈവത്തിൻ്റെ നിശബ്ദത അവൻ്റെ സാന്നിധ്യത്തിൻ്റെ അഭാവമല്ല. ദൈവം നിശബ്ദനായിരിക്കുമ്പോഴും അവിടുന്ന് എപ്പോഴും നമ്മോടുകൂടെയുണ്ട്. ഇങ്ങനെയൊരു പഴഞ്ചൊല്ലുണ്ട്, സ്പീച്ച് ഈസ് സിൽവർ, സൈലൻസ് ഈസ് ഗോൾഡ്. സംസാരം വെള്ളിയാണ്, നിശബ്ദത സ്വർണമാണ്. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത് 46-ാം സങ്കീർത്തനം 10, ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം ഗോഡ്. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. ദൈവം മിണ്ടാതിരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം നാം കൂടുതൽ സുരക്ഷിതരാണെന്നുള്ളതാണ്. ആശ്രയബോധത്തോടെ നാം കാര്യങ്ങൾ കൈകാര്യം ചെയ്യും എന്നറിയാവുന്നത് കൊണ്ടും ദൈവം ചില സമയങ്ങളിൽ നിശബ്ദനായിരിക്കുന്നു. There is a spiritual aspect called quiet time. ശാന്തമായ സമയം എന്ന് വിളിക്കപ്പെടുന്ന ഒരു ആത്മീയ വശമുണ്ട്. ദൈവവുമായി സുഖത്തോടിരിക്കുവാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ ക്വയറ്റ് ടൈം അഥവാ ശാന്തമായ സമയം ദൈവവുമായുള്ള ബന്ധത്തിൽ നാം വികസിപ്പിച്ചെടുക്കുകയാണ്. എല്ലാ ദിവസവും ധ്യാനത്തിലേക്കും അവനുമായി നിശബ്ദതയിലേക്കും പ്രവേശിക്കുവാൻ പഠിക്കുക. അങ്ങനെ നാം പരിശീലിച്ചെടുക്കുമ്പോൾ ദൈവത്തിൻ്റെ ചില സമയങ്ങളിലെ നിശബ്ദത നമുക്ക് ബുദ്ധിമുട്ടായി തോന്നുകയില്ല. ഇഫ് ഗാഡ് ഈസ് സൈലൻറ്റ്, ദർ ഇസ് എ റീസൺ. ദൈവം നിശബ്ദനായിരിക്കുകയാണെങ്കിൽ അതിന് തക്ക കാരണമുണ്ട്. നമുക്കിന്ന് ആഴമായി ഇങ്ങനെ വിശ്വസിക്കാം, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി വ്യാപരിക്കുന്നു. ദൈവം നമ്മോട് സംസാരിക്കുന്നത് നമ്മുടെ നന്മയ്ക്കെങ്കിൽ ദൈവം നമ്മോട് മിണ്ടാതിരിക്കുന്നതും നമ്മുടെ നന്മയ്ക്കാണ്. അതുകൊണ്ട് സംസാരിക്കുന്ന ദൈവത്തെ നാം ഇഷ്ടപ്പെടുന്നത് പോലെ നിശബ്ദനായിരിക്കുന്ന ദൈവത്തെയും നമുക്കിഷ്ടപ്പെടാം. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.